ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഉസ്മാൻ ഡെംബലയുടെ ഒരു കാർഡാണ്. പ്ലെയർ ഓഫ് ദ വീക്കിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇവന്റ് കളിച്ചാൽ തന്നെ ആളെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കി. ആളുടെ കേളും ഫിനിഷിംഗ് ഒന്നും കുഴപ്പമില്ല, ട്രിബിളിംഗ് ഉണ്ട്. അപ്പോൾ വിത്ത് ദ ബോൾ അടിപൊളിയാണ്. നമുക്കറിയാം ഡെംബലയുടെ ട്രിബിളിംഗ് ക്വാളിറ്റി എല്ലാം. അപ്പം അങ്ങനെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. കാരണം ഡബിൾ ടച്ചും കട്ട് ബിഹൈൻഡും സോളോ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ പാസും ത്രൂ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ ഒരു ഗോൾ നോക്കി കാണാം, ആൾ ആ വിങ്ങിന്ന് ആള് തന്നെ ട്രിപ്പിൾ ഇട്ട് വന്ന് ഗോൾ അടിക്കണം. കേളുണ്ടാക്ക് അതാ ഒരു ഫിനിഷിൽ തന്നെ അറിയാം. അപ്പൊ അത്രയും കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. When some of the opposing fans are clapping that, you just have to appreciate it. You know what was notable in that, Peter, was the fact that he didn't try to blast it. He chose placement instead and delivered a peach. As if three weren't enough, this is nigh on utopian. ആൾക്ക് നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ ആൾ ഓടിക്കേറിക്കോളും. നല്ല മൂവ്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. സ്പീഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, എംബാപ്പനെയൊക്കെ കളിപ്പിക്കുന്ന പോലെ തന്നെ വിത്ത് ദ ബോൾ വെച്ചിട്ട് പുള്ളിനെ നന്നായിട്ട് ഓടിക്കേറി കളിച്ചോളും. പിന്നെ ട്രിബിളിംഗ് ക്വാളിറ്റി ആണെങ്കിൽ അടിപൊളി തന്നെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, അവിടെ നിന്ന് ബോക്സിൽ നിന്നൊക്കെ കൊടുത്തൊരു പന്താണ്. ആളത് പെട്ടെന്ന് ടേൺ ചെയ്ത് തന്നെ അടിച്ചു എന്നുള്ളതാണ്. അത് ആളുടെ ബോൾ കൺട്രോളാണ്. ആൾ അത്യാവശ്യം ട്രിബിളിട്ട് ഗോൾ അടിക്കാനൊക്കെ പറ്റും. What a game this is turning out to be for him. Well, he's been the outstanding player on the pitch and devastating in front of goal. What a display. What a player. Some added time. പിന്നെ നമുക്ക് ബോൾ എടുത്ത് ഇതുപോലെ തന്നെ ആളുടെ കിക്കിംഗ് പവർ യൂസ് ചെയ്തും ഫിനിഷ് ചെയ്യാം. കാരണം അത്യാവശ്യം പവറിൽ തന്നെ ആൾ അടിച്ച് കയറ്റുന്നുണ്ടെന്ന് പറയാം. കുഴപ്പമില്ലാത്ത കിക്കിംഗ് പവറും കാര്യങ്ങളുണ്ട്. ഫിനിഷിങ്ങിൽ ആൾ അത്ര ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം കൊടുക്കുന്ന പന്തൊക്കെ അത്യാവശ്യം ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദ വീക്കിൽ വന്നൊരു കാർഡാണ്. ആ ഒരു റേഞ്ച് വെച്ച് തന്നെ കളിപ്പിക്കാൻ പറ്റിയ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് തോന്നിയത് ആളുടെ ട്രിബിളിംഗ് തന്നെയാണ്. വിത്ത് ദ ബോൾ ആളുടെ കൺട്രോളും ട്രിബിൾ ചെയ്ത് ബോക്സിലൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കേൾ ചെയ്ത് അത് ഫിനിഷ് ചെയ്തോളൂ. അങ്ങനത്തെ ഒരു ഗോളാണ് ഇപ്പോൾ ഈ അടിച്ചത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങനെ മൂവ്മെന്റ് കിട്ടുന്നുണ്ട് കാരണം. Well, there's always a chance of being caught like that when you surrender the football. ഒരു ഗോൾ പൗച്ചറാണെങ്കിൽ ആളുടെ ക്രിയേറ്റിവിറ്റി അടിപൊളി തന്നെയാണ്. ഗോൾ അടിക്കാനുള്ള അവസരങ്ങളും പുള്ളി ക്രിയേറ്റ് ചെയ്ത് പുള്ളി തന്നെ വന്ന് അടിച്ചോളും. ഈ ഒരു ഗോൾ നോക്കിക്കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കാരണം പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്ത് പുള്ളി തന്നെ വന്ന് അടിച്ചോളും. അത്യാവശ്യം തിരക്കേടില്ലാത്ത ത്രൂ പാസ് ഉണ്ട് പുള്ളിക്ക്. ഒടുക്കത്തെ ത്രൂ പാസ് എന്നല്ല, പക്ഷെ ഒരു ഗോൾ പൗച്ചറിന് വേണ്ട ഒരു ത്രൂ പാസ് ഉണ്ട്. കാരണം ഗോൾ കീപ്പറെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയും ഗോളടി തന്നെയായിരുന്നു. കണ്ടാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു തരത്തിൽ ഫിനിഷ് ചെയ്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും കളിക്കാൻ പറ്റിയ ഒരു കാർഡ് കൂടിയാണ്. That looks like a preconceived plan. Win the ball and then unleash. The goal scorer for Manchester United after 6 minutes is number 21, Ousmane Dembélé. It's Dembélé. Shot a goal! He has done it! And again, they simply do not know what has hit them. That is glorious. Yeah, and it's not a surprise to see him elect to shoot from there, considering how much movement can be generated on the ball. Great hit. Off it and wins back the ball. Dembélé! Yes! Pomp
dash and passion. This a man full of it all. And that is fabulous. അത്യാവശ്യത്തിനാണെങ്കിൽ ബോക്സിന്റെ പുറത്തുനിന്നൊക്കെ പന്തിട്ട് കൊടുത്താൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒരു അത്യാവശ്യം ആ ഒരു ക്വാളിറ്റി പുള്ളിയെ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് കേളാണ്, ഒരു 82 കേളേ ഉള്ളൂ. പക്ഷെ അതൊന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളെ വെച്ചിട്ട് കേൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനും കൂടി പറ്റിയൊരു കിടിലൻ കാർഡ് തന്നെയാണ്. ഒരു സ്ട്രൈക്കർക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ പാസിംഗ് എബിലിറ്റി. അതൊക്കെ ഡെംബലൊക്കെ ഉണ്ട്. അത്യാവശ്യം 2 സ്ട്രൈക്കർ വെച്ചിട്ട് കഴിഞ്ഞാൽ ആളുടെ പാർട്ട്ണറെ ഹെൽപ്പ് ചെയ്തോളും, അതുപോലത്തെ പാസ്സൊക്കെ കൊടുത്തോളൂ. അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് കമൻ്റ് അടിക്കുക.